കിട്ടുമ്പോൾ എന്റെ മോളുടെ, എന്റെ പേരക്കുട്ടികളുടെ ജനാസയാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി ആർദ്രമാകൊരു നിസ്കാരം, എന്റെ ഉപ്പയുടെ നിസ്കാരം, എന്റെ ഉമ്മയുടെ നിസ്കാരം, എന്റെ ബന്ധുക്കളുടെ നിസ്കാരം, എന്റെ ജനാസയാണെന്ന് തിരിച്ചറിഞ്ഞുള്ള നിസ്കാരം എനിക്ക് ലഭ്യമാകണമെന്ന ചിന്തയിൽ പുഞ്ചിരി തൂകി മൈലാഞ്ച ചവപ്പ് കൈകളിലേക്ക് കല്യാണത്തിന്റെ തലേന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ വാരിപ്പൊത്തുന്നത് പോലെ ഗസ്സയിലെ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ പേരുകൾ കൊത്തിവെക്കുകയാണ്. അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മക്കൾ മരണപ്പെട്ടാൽ ആ ജനാസയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ പിതാക്കന്മാര് പറയുന്നു, നമ്മളിൽപ്പെട്ടവരാണ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ ജനാസ എടുത്തു കുളിപ്പിച്ച് കഫം പുടവ ധരിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ച് കബറിൽ കബറടക്കം ചെയ്ത് ആ കബറിന്റെ മുഖതാവിൽ കബലയിലേക്ക് തിരിച്ചു കടത്തിയിരിക്കുന്ന ജനാസയുടെ മുഖതാവിൽ നിന്നുകൊണ്ട് ആദരണീയരായ മുഅദ്ദിൻ ഉസ്താദവറുകൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? ഉദ്കുരിൽ അഹ്ദല്ലദി കുന്ത അലൈഹി ഫീ ദാരിദ് ദുനിയാ വഖറജത അലൈഹി ഇലാ ദാരിൽ ആഖിറ കുന്ത تشهد أن لا إله إلا الله وتشهد أن محمدا عبده ورسوله وتشهد أن الموت حق وأن البعث മുഴുവൻ അറബികളും യഹൂദന്മാരായാലും ലോകത്തുള്ള മുഴുവൻ അറബികളും നസ്രാനി മതത്തിലേക്ക് പോയാലും ക്രൈസ്തവ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധീശത്വത്തിന് വശംവദമായി മുസ്ലിങ്ങളെ കൊന്നൊടുക്കാമെന്ന് ചിന്തിക്കുന്ന മോശപ്പെട്ട അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കിങ്കരന്മാരുടെ ചേരിയിലേക്ക് അറബികൾ ചേർന്നാലും അജമികൾ ചേർന്നാലും നീ ആ ഷഹാദത്ത് സ്വീകരിച്ചവനാണ്. ഞാനും ആ ഷഹാദത്തിലാണ് പൊന്നുമോനെ. അന്ത ഫിൽ ജന്ന വഅന ഫിൽ ജന്ന നുലാഖി ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്വർഗ്ഗത്തിൽ എന്റെ പൊന്നുമോനെ നമുക്ക് സംഗമിക്കാമെന്ന് സ്വന്തം ചോരയിൽ വളർന്ന മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പിതാവ് ആ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥത എത്ര വലുതാണെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആത്മാവുള്ള പ്രവർത്തനങ്ങളുടെ, ഈമാനിന്റെ പ്രവർത്തനങ്ങളുടെ, തഖ്വയുടെ പ്രവർത്തനങ്ങളുടെ, ധർമ്മസമരത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഗസ്സയിലേക്ക് നോക്കാം. ഞാൻ എന്റെ വാക്കുകളുടെ ഉപസംഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. വർഗീയവാദത്തോടെ നമ്മെ